ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം സെഷൻസ് കോടതി ബുധനാഴ്ച പരിഗണിക്കാൻ പോവുകയാണ്. ഇനി വെറും 4 ദിവസം മാത്രമാണ്. ഇന്നലെയാണ് രാഹുലിൻ്റെ അഭിഭാഷകൻ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചത്. ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വരെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു വ്യവസ്ഥയൊന്നുമില്ല. ഏത് സമയം വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ അറസ്റ്റിലേക്ക് കടക്കുന്നതിൽ പോലീസിന് തടസ്സമില്ല. ശബരിമല കള്ളന്മാരുടെ പ്രിയപ്പെട്ടവനായ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ PR വർക്ക് ഏജൻസിയായ റിപ്പോർട്ടർ ചാനലിനും ഇനി ആ ബുധനാഴ്ചയ്ക്ക് മുൻപ് തന്നെ മാങ്കൂട്ടത്തിലിനെ പിടിക്കാനുള്ള വ്യഗ്രതയാണ് മുഴുവൻ കാണുന്നത്. തലങ്ങും വിലങ്ങും കേരളത്തിൽ മുഴുവൻ അവരുടെ പോലീസിനെ പായിക്കുകയാണ് മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഇതുവരെ കാണാത്ത ഒരു ശുഷ്കാന്തി. കടത്ത് മുതൽ ലാവിൻ വരെയുള്ള കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയും മരം മുറിച്ച് കടത്തി ജയിലിൽ കിടന്ന ആൻഡോ അഗസ്റ്റിനും അടക്കം ചേർന്ന് കേരളത്തിൽ മാന്യന്മാർക്ക് ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ടാക്കിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ. എന്നാൽ നിയമപ്രകാരം തന്നെ ഇതിനെ നേരിടുകയാണ് രാഹുൽ മാങ്കൂട്ടം MLA ചെയ്യുന്നത്. ഈ ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ടാണ് രാഹുൽ മുൻകൂർ ജാമ്യ ഹർജി നൽകിയിരിക്കുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ മുഖേന. പരാതിക്കാരിയായ യുവതിയുമായി ദീർഘകാലമായി സൗഹൃദമുണ്ട് എന്ന് വളരെ വ്യക്തമായി ഹർജിയിൽ പറയുന്നുണ്ട്. അതിനെ നിഷേധിച്ചിട്ടില്ല. യുവതി ആരോപിക്കുന്നത് പോലെ ബലാത്സംഗം ചെയ്തിട്ടേയില്ല. ഗർഭചിത്രം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്ന് ഹർജിയിൽ വ്യക്തമാക്കുന്നു. അന്വേഷണവുമായി സഹകരിക്കുമെന്നും ജാമ്യം അനുവദിക്കണമെന്നുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തനിക്കെതിരായ നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ജാമ്യ ഹർജിയിൽ വളരെ വ്യക്തമായി പറയുന്നു. കാരണം പരാതിക്കാരിയുടെയും ഭർത്താവിൻ്റെയും രാഷ്ട്രീയ ബന്ധം അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അത് തനിക്കെതിരായൊരു നീക്കം BJP CPM ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഉണ്ടായതാണ്. കാരണം പാലക്കാട്ട് മത്സരിക്കാൻ പോയ അന്ന് മുതൽ BJPയും CPM-ഉം ഒന്നിച്ചായി CJP ആയിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഈ കേസിലെത്തി നിൽക്കുന്നത്. യുവതിയാണ് സമൂഹ മാധ്യമങ്ങൾ വഴി ബന്ധപ്പെട്ട് സൗഹൃദമുണ്ടാക്കിയത് രാഹുലുമായി. ഭർത്താവ് തന്നെ ഗാർഹികമായി പീഡിപ്പിക്കുന്നുവെന്ന് യുവതി പറഞ്ഞതോടെ ഒരു അനുകമ്പ തോന്നിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ. ഈ ബന്ധമാണ് പിന്നീട് ഉഭയസമ്മതത്തോടെയുള്ള ശാരീരിക ബന്ധത്തിലേക്ക് തന്നെ വളർന്നു വന്നത്. യുവതി വിദ്യാസമ്പന്നയും ബന്ധത്തിലെ ശരിതെറ്റുകൾ അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ വലിയൊരു ചതിയിൽപ്പെട്ടു എന്ന് പറയുന്നത് കോടതി വളരെ വ്യക്തമായി ആലോചിക്കും. താനാണ് ഗർഭിണിയാക്കിയത് എന്ന ആരോപണം മുഴുവനായും തെറ്റാണെന്നും രാഹുൽ മാങ്കൂട്ടം ആ ജാമ്യ ഹർജിയിൽ വ്യക്തമാക്കുന്നു. കാരണം രാഹുൽ മാങ്കൂട്ടം ചെയ്തത് ധാർമ്മികതയ്ക്ക് നിരക്കുന്നതാണോ എന്നത് മറ്റൊരു വിഷയം. എങ്കിലും നിയമത്തിൻ്റെ മുന്നിൽ അദ്ദേഹം കുറ്റക്കാരനല്ല എന്നുള്ളതിൻ്റെ സൂചനകളാണ് ലഭിക്കുന്നത്. അതായത് ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം അടുക്കുമ്പോൾ ഒരുപാട് പ്രശ്നത്തിൽ പെട്ട് നിൽക്കുന്ന പിണറായിക്കും റിപ്പോർട്ടർ ചാനലിനും പിടിച്ചു നിൽക്കാനുള്ളൊരു കച്ചിത്തുരുമ്പാണ് രാഹുൽ മാങ്കൂട്ടം വിഷയം. അതിൻ്റെ കൂടി വിധിയാണ് ഈ ബുധനാഴ്ച വരാൻ പോകുന്നത്. പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമാണെന്ന് ചാറ്റുകളും ഫോൺ രേഖകളിലുമെല്ലാം വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് പല സ്ഥലങ്ങളിൽ വെച്ച് അവർ കണ്ടത് തന്നെ. യുവതിയും ഇത് സമ്മതിക്കുന്നുമുണ്ട്. നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയെന്ന വാദം നിലനിൽക്കാൻ പോകുന്നില്ല എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. സ്വമേധയാണ് ഗർഭചിത്രത്തിനുള്ള ഗുളിക കഴിച്ചത് എന്ന് യുവതി സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു. ഗർഭവും ഗർഭചിത്രവും വാദത്തിനായി സമ്മതിച്ചാൽ പോലും തന്നെ യുവതി സ്വമേധയാണ് അതൊക്കെ ചെയ്തിരിക്കുന്നത്. യുവതി ഭർത്താവിനൊപ്പമാണ് കഴിഞ്ഞിരുന്നത്. ആ സാഹചര്യത്തിൽ ഗർഭിണിയായതിൻ്റെ ഉത്തരവാദിത്തം ഭർത്താവിനാണെന്നും രാഹുൽ മാങ്കൂട്ടം ഹർജിയിൽ ചൂണ്ടിക്കാട്ടുകയാണ്. വിവാഹം കഴിഞ്ഞതും ആ വിവാഹത്തിന് പോയതുമെല്ലാം കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ തന്നെ വെളിപ്പെടുത്തിയത് നമ്മൾ കണ്ടു. എന്നാൽ ആ ഭർത്താവിനെ വഞ്ചിക്കാൻ യുവതി രാഹുൽ മാങ്കൂട്ടത്തെ ഉപയോഗിക്കുകയായിരുന്നു. യുവതി ചാറ്റുകളും ഫോൺ കോളുകളും റെക്കോർഡ് ചെയ്തത് തൻ്റെ പ്രതിച്ഛായ നശിപ്പിക്കാനുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായാണെന്ന് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞാൽ ആർക്കും നിഷേധിക്കാൻ കഴിയാത്തതാണ്. കാരണം ഇത് കരുതിക്കൂട്ടിയുള്ള നീക്കമായിരുന്നു എന്നാണ് പറയുന്നത്. പോലീസിന് പരാതി നൽകാതെ ശബ്ദ സന്ദേശങ്ങളും ചാറ്റുകളും യുവതി മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുക്കുകയാണ് ചെയ്തത്. അത് അങ്ങേയറ്റം തെറ്റായ ഒരു സംഭവമാണ്. തനിക്ക് വന്ന ഒരു അവസ്ഥ, ദുരവസ്ഥ, അത് ഇവിടുത്തെ നിയമ സംവിധാനത്തെ അറിയിക്കുന്നതിന് മുൻപ് തന്നെ
ചില പ്രതിഫലങ്ങൾ പറ്റി ചിലർക്ക് വേണ്ടി അത് മാധ്യമങ്ങൾ വഴി പുറത്തുവിട്ടത് തന്നെ ഒരാൾക്കും യോജിക്കുന്ന അല്ലെങ്കിൽ ചേർന്ന പണിയല്ല. അത് കോടതി വ്യക്തമായി നിരീക്ഷിക്കുകയാണ്. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ തുടരണമെങ്കിൽ തനിക്കെതിരെ പരാതി നൽകണമെന്ന സ്ഥാപനം പറഞ്ഞിരുന്നതായി യുവതി മുൻപ് വ്യക്തമാക്കിയിരുന്നുവെങ്കിൽ ആ സ്ഥാപനം ആരുടേതാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയാൻ പോവുകയാണ്. ഇതിന് തെളിവായി യുവതിയുടെ ശബ്ദ സന്ദേശവും കോടതിയിൽ മാങ്കൂട്ടം MLA ഹാജരാക്കി കഴിഞ്ഞു. പോലീസിൽ പരാതി നൽകാതെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതും വ്യക്തമായ രാഷ്ട്രീയ താല്പര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നും പറയുന്നു ഹർജിയിൽ. അത് തന്നെ കോടതി നിരീക്ഷിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ആസന്നമാകുകയും ശബരിമല സ്വർണ്ണക്കവർച്ച ചർച്ചയാകുകയും പ്രമുഖർ ഓരോന്നോരോന്നായി അറസ്റ്റിലാകുകയും ചെയ്യുമ്പോൾ പൊതുജനശ്രദ്ധ അത് തിരിക്കാനുള്ള BJP സഹായത്തോടെയുള്ള വലിയ നീക്കമാണ് ഇപ്പോൾ CPM രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടത്തിയിരിക്കുന്നത്. അത് കോടതിയിൽ തെളിയിക്കാനാണ് രാഹുലും അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനും ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ബുധനാഴ്ച മാങ്കൂട്ടം MLAയുടെ വിധി മാത്രമല്ല, പിണറായി റിപ്പോർട്ടർ കൂട്ടുകെട്ടിൻ്റെ തലവിധി കൂടിയാണ് നിർണ്ണയിക്കാൻ പോകുന്നത്.